ഇറ്റലിയിലെ രാജാവായിരുന്ന ഉബർട്ടോ ഒന്നാമനും അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകൻ ജനറൽ എമീലിയോ പോൺസിയോ കൂടി 1900 ആണ്ട് ജൂലൈ മാസം 28 മിലാൻ അല്പം അകലെയുള്ള മോൺസ എന്ന പട്ടണത്തിലെത്തിച്ചേർന്നു. അടുത്ത ദിവസം ഒരു കായിക മത്സരത്തിലെ സമ്മാനദാന ചടങ്ങിൽ സംബന്ധിക്കാനുണ്ടായിരുന്നു അവർക്ക്. രാത്രിയിലാണ് അവർ പട്ടണത്തിൽ എത്തിച്ചേർന്നത്. അദ്ദേഹവും അംഗരക്ഷകനും കൂടി അത്താഴം കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഹോട്ടലുടമ നേരിട്ട് വന്ന് ഓർഡർ എടുക്കുന്നതിനിടയിൽ രാജാവ് ഒരു കാര്യം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ അതേ രൂപസാദൃശ്യമാണ് ഹോട്ടലുടമയ്ക്ക്. മുഖവും ശരീരവളവും അതുപോലെ തന്നെ. അദ്ദേഹം അക്കാര്യം അവിടെ പറഞ്ഞു. അയാളുമായി സംസാരിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ രൂപത്തിൽ മാത്രമല്ല വിസ്മയകരമായ പരസ്പര സാദൃശ്യം മറ്റു പല കാര്യങ്ങളിലും ഉണ്ടെന്ന് രാജാവിന് മനസ്സിലായി. ഇരുവരും ജനിച്ചത് ഒരേ വർഷം ഒരേ ദിവസത്തിലായിരുന്നു. 1844 മാർച്ച് 14. ജനിച്ച പട്ടണവും ഒന്നു തന്നെ. അവരുടെ പേര് ഉബർട്ടോ എന്നുമാണ്. 1868 ഏപ്രിൽ 22 രണ്ടുപേരും വിവാഹിതരായി. ഭാര്യമാരുടെ പേരുകളിലുമുണ്ട് വിസ്മയിപ്പിക്കുന്ന ഈ സാദൃശ്യം. മാർഗരീറ്റ. തങ്ങളുടെ പുത്രന് ഇരുവരും വിറ്റോറിനോ എന്ന് പേരിട്ടു. ഉബർട്ടോ രാജാവിന്റെ കിരീടധാരണ നടന്ന അതേ ദിവസം തന്നെയാണ് അപർണായ ഉബർട്ടോ തന്റെ ഈ ഹോട്ടൽ ആരംഭിച്ചത്. ഈ സാദൃശ്യങ്ങളെക്കുറിച്ച് കേട്ട് രാജാവ് അമ്പരന്നു പോയി. തങ്ങൾ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലേ എന്ന് അദ്ദേഹം പരിഭ്രമത്തോടെ ഹോട്ടലുടമയോട് ആരാഞ്ഞു. തീർച്ചയായും, രാജാവിനോട് അപരൻ പറഞ്ഞു. സൈനിക സേവനം അനുഷ്ഠിക്കുമ്പോൾ ഇരുവരും ഒന്നിച്ച് ധീരതയ്ക്കുള്ള ബഹുമതി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 2 അവസരങ്ങളിലാണത്. ആദ്യത്തേത് 1866. അന്ന് ഉബർട്ടോ ഒരു സാധാരണ സൈനികനും രാജാവ് ഒരു കേണലുമായിരുന്നു. രണ്ടാമത്തേത് 1870 രണ്ടാൾക്കും അന്ന് ഉദ്യോഗ കയറ്റം ലഭിച്ചിരുന്നു. ഉബർട്ടോ സർജന്റായും രാജാവ് കോപ്സ് കമാൻഡറായും. ഇത്രയും വെളിപ്പെടുത്തിയ ശേഷം ഹോട്ടൽ ഉടമ അയാളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. രാജാവ് തൻ്റെ അംഗരക്ഷകനോട് പറഞ്ഞു, ആ മനുഷ്യനെ ഇറ്റലി രാജാവിൻ്റെ കുതിരപ്പടയാളിയായി നാളെ തന്നെ നിയമിക്കാൻ നാം ആഗ്രഹിക്കുന്നു. നാളെ തീർച്ചയായും നമുക്ക് അയാളെ കാണണം. അടുത്ത ദിവസം തൻ്റെ വാഗ്ദാനം പാലിക്കുന്നതിന് വേണ്ടി രാജാവ് അപർണയെ അന്വേഷിച്ചു. എന്നാൽ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞത് ഒരു ദുഃഖവാർത്തയായിരുന്നു. ഒരു വെടിവയ്പ് അപകടത്തിൽപ്പെട്ട് ആ മനുഷ്യൻ അന്നേ ദിവസം മരിച്ചു. രാജാവ് അത് കേട്ട് ഞെട്ടിപ്പോയി. അപരന്റെ ശവസംസ്കാര ചടങ്ങിൽ തനിക്ക് സംബന്ധിക്കണമെന്നും അതിനാൽ അത് എപ്പോഴാണെന്ന് അന്വേഷിച്ചറിയണമെന്നും രാജാവ് അംഗരക്ഷകനോട് ആവശ്യപ്പെട്ടു. രാജാവ് ഇത് പറഞ്ഞ് തീർന്ന നിമിഷം അവിടെ 3 വെടി പൊട്ടി. ഉബർട്ടോ രാജാവിന്റെ കൊലയാളിയാണ് വെടിവെച്ചത്. ആദ്യത്തെ വെടി രാജാവിന്റെ ശരീരത്തിൽ കൊണ്ടില്ല. അടുത്ത 2 വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പിളർന്നു കയറി. ഉബർട്ടോ രാജാവ് അപ്പോൾ തന്നെ മരണപ്പെട്ടു.